നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കലിയടങ്ങാതെ കാലവർഷം. ജില്ലയിൽ പലയിടത്തും തുള്ളിക്കൊരുകുടം പേമാരി. മലയോരത്ത് ഉരുൾപൊട്ടൽ ഭീഷണി തുടരുന്നു. കൃഷിയിടങ്ങൾ പലയിടത്തും ഒലിച്ചുപോയി. പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. ചക്കരക്കൽ ടാക്സി സ്റ്റാൻഡിന് സമീപം കുന്നിടിഞ്ഞ് വൻ നാശനഷ്ടം. എയ്ഡഡ് സ്കൂൾ കോളേജ് നിയമനങ്ങൾ PSCക്ക് വിടുക, നിയമനങ്ങളിൽ SC/ST സംവരണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് താലൂക്ക് ഓഫീസുകളിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സ്വകാര്യ മേഖലയിലും 10% സംവരണം വേണമെന്ന് TV രാജേഷ് MLA. പുതിയ +2 അധിക ബാച്ചുകൾ അനുവദിച്ചത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി. ജില്ലയിൽ 22 സ്കൂളുകൾക്ക് അനുവദിച്ച അധിക ബാച്ചിൽ 19ഉം എയ്ഡഡ് മേഖലയിൽ. തളിപ്പറമ്പിൽ 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ അധിക ബാച്ച് നൽകിയത് 2 എയ്ഡഡ് സ്കൂളിനും 1 സർക്കാർ സ്കൂളിനും. തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് അധിക ബാച്ച് നൽകാതെ തഴഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. നാടുകാണി കിൻഫ്ര ടെക്സ്റ്റൈൽസ് പാർക്കിലെ ശബരി ഡൈയിങ് സെന്ററിൽ നിന്നുള്ള മലിനജലം വീണ്ടും പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. മഴവെള്ളത്തിൽ കലർന്ന് ഒഴുകുന്നത് നീലവിഷജലം. ബാധിക്കുക ആയിരക്കണക്കിന് കുടുംബങ്ങളെ. പ്രതിഷേധവുമായി വീണ്ടും നാട്ടുകാർ രംഗത്ത്. കടലമ്മ കലിതുള്ളുമ്പോഴും പുഴകളിൽ കനിവിന്റെ ഉറവകൾ. വറുതിയുടെ നാളുകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി കക്കകളുടെ സമൃദ്ധി. പുഴയോരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കക്കവാരി ജീവിതം പുലർത്തുന്നു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. പ്രകൃതി ദുരന്ത സാധ്യത മുൻനിർത്തി മലമുകളിൽ താമസിക്കുന്നവർ താൽക്കാലികമായി താമസം മാറ്റിയിരിക്കുകയാണ്. തുടർച്ചയായ മഴയിൽ പുഴകൾ കരകവിഞ്ഞു. ഇരിട്ടി, പേരാവൂർ, കൊട്ടിയൂർ, കേളകം, ചെറുപുഴ, ഇരിക്കൂർ എന്നിവിടങ്ങളിലാണ് വൻ നാശനഷ്ടമുണ്ടായത്. ജില്ലയിൽ ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ അമ്പായത്തോട് വനത്തിൽ ഉരുൾപൊട്ടിയിരുന്നു. ഉരുൾപൊട്ടൽ ഭീഷണി തുടരുകയാണ്. കൊട്ടിയൂർ വയനാട് റോഡിൽ പാൽച്ചുരത്ത് മണ്ണിടിഞ്ഞും തുണ്ടിയിൽ പാലത്തിൽ വെള്ളം കയറിയും ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ഈ മേഖലയിൽ വ്യാപക കൃഷിനാശവുമുണ്ടായി. കൃഷിയിടങ്ങളും റോഡുകളും പാലങ്ങളുമൊക്കെ വെള്ളത്തിനടിയിലാണ്. ബുധനാഴ്ച രാവിലെയാണ് അമ്പായത്തോട് മേൽമലയിലെ തെങ്ങുംതോട്ടത്തിൽ രാമദാസന്റെ വീട്ടുപറമ്പിലേക്ക് കല്ലും മണ്ണും ഒഴുകിയെത്തിയത്. വീട്ടിനുള്ളിൽ കുടുങ്ങിയ ഭാര്യ രത്നയെ സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. മേൽമലയിലെ റോഡ് തകർന്ന് തോടായിരിക്കുകയാണ്. കാർഷിക വിളകൾ നശിച്ചു. കുടിവെള്ള പൈപ്പ് ലൈൻ ഒഴുകിപ്പോയി. തുടർച്ചയായ മഴയിൽ പുഴകൾ കരകവിഞ്ഞു. ബാവലിപ്പുഴയും കാഞ്ഞിരപ്പുഴയും പലയിടത്തും ഗതിമാറിയൊഴുകി. ഉരുൾപൊട്ടലും പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതും മലയോര മേഖലയെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കനത്ത കാലവർഷത്തെ തുടർന്ന് ഇരിക്കൂർ, ഇരിട്ടി ഉപജില്ലകളിലെ വിദ്യാലയങ്ങൾക്ക് വ്യാഴാഴ്ച അവധിയായിരുന്നു. കാലവർഷം തുടങ്ങിയതിനുശേഷം ജില്ലയിൽ ഇതുവരെ 100ലേറെ വീടുകളാണ് തകർന്നത്. 6 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് ഔദ്യോഗിക കണക്ക്. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. ചക്കരക്കൽ ടാക്സി സ്റ്റാൻഡിന് പിറകിലെ കുന്നിടിഞ്ഞ് വൻ നാശനഷ്ടം. കിണർ, മഴവെള്ള സംഭരണി തുടങ്ങിയവ തകർന്നു. വ്യാഴാഴ്ച രാവിലെ 8:30ഓടെയാണ് കുന്നിടിഞ്ഞത്. പരിസരത്തുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ടാക്സി സ്റ്റാൻഡിൽ പുതുതായി നിർമ്മിച്ച മത്സ്യം, പഴം, പച്ചക്കറി മാർക്കറ്റിന് പിറകുവശം കുന്നിടിഞ്ഞ് വൻ നാശനഷ്ടമാണുണ്ടായത്. രാവിലെ 8:30ഓടെ പാറകൾ ഇളകിയ വൻ ശബ്ദം പരിസരത്തുള്ളവർ കേട്ടിരുന്നു. തൊട്ടുപിന്നാലെ വൻ പാറയും മണ്ണും ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്ഥലമുടമ ഇബ്രാഹിം ഹാജി. ടാക്സി സ്റ്റാൻഡിനകത്തുണ്ടായിരുന്ന കിണറും മഴവെള്ള സംഭരണിയും നിശേഷം തകർന്നിരിക്കുകയാണ്. നേരത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം എക്വയറി ചെയ്തുകൊണ്ടാണ് പഞ്ചായത്ത് ഇവിടെ ടാക്സി സ്റ്റാൻഡ് ആരംഭിച്ചത്. ഇതൊരു 1/4 നൂറ്റാണ്ടിന് മുൻപാണ്. അതിനുശേഷം ഇതുപോലുള്ളൊരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഉണ്ടായ സ്ഥലത്ത് കോൺക്രീറ്റൊക്കെ ചെയ്ത് അതിൻ്റെ ഭിത്തി കെട്ടിയതിൻ്റെ ഫലമായിട്ട് ആ ഏരിയയിൽ പിന്നീട് ഒരു പൊട്ടലുണ്ടായിട്ടില്ല. ഇതൊരു പുതിയ സ്ഥലത്താണ്, അതായത് ടാക്സി സ്റ്റാൻഡിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ പൊട്ടലുണ്ടായിട്ടുള്ളത്. കിണർ, മഴവെള്ള സംഭരണി, മോട്ടോർ പമ്പ് സെറ്റ് തുടങ്ങിയവ തകർന്നു. 65 ലക്ഷം രൂപ നഷ്ടമുണ്ടായിട്ടുണ്ട്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചന്ദ്രൻ കല്ലാട്ട്.
നമ്മളിത് മണ്ണെടുക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞിരിക്കുന്നത്, അതായത് നിങ്ങളുടെ വഴി മുട്ടിച്ചിട്ട് അത് എടുത്തിട്ടാകുമ്പോൾ ഏത് സമയത്തും അത് അപകടമാകുന്നുണ്ടത്. പക്ഷെ എന്നിട്ടും അവർ കണക്കിലെടുക്കാണ്ട് അടിയോട്ടെ, അതായത് ഇങ്ങനെ ചെരിച്ചിട്ടാണ് എടുത്തത്. ഇത് വഴി മേലത്തെ നമ്മൾ അതിരിൽ നിന്നും അടിയോട്ട മണ്ണ് മാന്തി എടുത്തിട്ടാണ് ഈ അപകടം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു ഇപ്പം കണ്ട കാഴ്ച. പ്രകൃതിയോട് കാണിക്കുന്ന അനീതി തന്നെയാണ് എല്ലാത്തിനും കാരണം. പരിസ്ഥിതി പ്രവർത്തകൻ ഹരി ചക്കരക്കൽ. ഇന്നത്തെ വികലമായ വികസനത്തിന്റെ പരിണതഫലമാണ് ഇവിടെ കാണുന്നത്. കുന്ന് ഇടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ജില്ലാ പരിസ്ഥിതി ഇതിനെതിരെ കുറെ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുകയാണ്. അപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളെ സംരക്ഷിക്കേണ്ട പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായതുകൊണ്ട് തന്നെ ജനകീയമായി രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള എല്ലാ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളും ഈ ഇടിക്കുന്നതിന് അനുകൂലമായിരുന്നു. ചക്കരക്കൽ ടൌണിൽ തന്നെ കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ റോഡരികിലെ ഉപയോഗശൂന്യമായ കെട്ടിടവും തകർന്നു വീണിരുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. ആലക്കോട് പരപ്പ കരിങ്കൽ ക്വാറിയിൽ ഉണ്ടായ അപകടത്തിൽ തൊഴിലാളി മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. എറണാകുളം പെരുമ്പാവൂർ രായമംഗലം കുറുപ്പംപടിയിലെ ചങ്ങാത്തുപറമ്പിൽ ശശിയാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. മലബാർ കിംസ് ആൻഡ് ക്രഷർ കമ്പനിയുടെ ഭാഗമായുള്ള കരിങ്കൽ ക്വാറിയിൽ വ്യാഴാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. കല്ല് പൊടിക്കുന്ന മെഷീനുമായി പോകുന്നതിനിടെ കാൽ തെറ്റി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നെന്നും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റ് 2 പേർ കൂടി വീഴുകയായിരുന്നുവെന്നുമാണ് മാനേജറുടെ ഭാഷ്യം. എന്നാൽ മെഷീൻ ഉപയോഗിച്ച് കല്ല് പൊടിക്കുന്നതിനിടെയാണ് അപകടമെന്നും പറയുന്നു. തൊഴിലാളികൾ ചേർന്ന് ശശിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. പരേതരായ അയ്യപ്പൻ തങ്കമ്മ ദമ്പതികളുടെ മകനാണ്. ഭാര്യ രാധ. മക്കൾ അർച്ചന, ദർശന, നിഖിൽ. പശ്ചിമബംഗാൾ സ്വദേശി സുനുമോൻ റായി, നേപ്പാൾ സ്വദേശി റാം ബഹാദൂർ എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. ഗാസയിൽ പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് സിപിഎം ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കണ്ണൂരിൽ നടന്ന ധർണ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഭരണകാലം തൊട്ടിങ്ങോട്ട് ഇസ്രായേലിനോട് നേരത്തെ കാണിച്ചതിനേക്കാൾ വലിയ പ്രതിപത്തി കാണിക്കുന്നു. നിരകാമേ നെഹ്റുവെല്ലാം കലകളഞ്ഞ എല്ലാ രാജ്യങ്ങളെയും അംഗീകരിക്കുന്ന അങ്ങനെയുള്ള ഒന്ന് നെഹ്റു കൊണ്ടുവന്നിട്ട് ചേരിചേരാ നയമുണ്ട്. അതിനെന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ആ ചേരിചേരാ നയത്തെ അംഗീകരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. നെഹ്റുവിന്റെ ചേരിചേരാ നയത്തെ അംഗീകരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ചേരിചേരായില്ലെന്ന് പറഞ്ഞാൽ ഈ NSS പറയുന്ന സമഗ്ര സിദ്ധാന്തമല്ല. കമ്മ്യൂണിസ്റ്റുകാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നാം ആരുടെയും പക്ഷം പിടിക്കില്ല എന്ന് പറയുമ്പോൾ നാം ക്രൂരന്മാരുടെ പക്ഷം പിടിക്കില്ല എന്നാണ് പറയുന്നത്. ബയക്കാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അറക്കൽ ബാലൻ, പള്ളിയത്ത് ശ്രീധരൻ, ടി രവീന്ദ്രൻ, ടി രാമകൃഷ്ണൻ, സുകന്യ ടീച്ചർ, കെ പി സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തളിപ്പറമ്പ് ടൌൺ സ്ക്വയറിൽ നടത്തിയ ധർണ ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. സിപിഎം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗം കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് രവി, കെ മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ, തളിപ്പറമ്പ്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സ്വകാര്യ മേഖലയിലും 10% സംവരണം നൽകണമെന്ന് TV രാജേഷ് MLA. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കണ്ണൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ എയ്ഡഡ് മേഖലയിൽ പണിയെടുക്കുന്ന അധ്യാപകരുടെ എണ്ണം 1,20,000 ഈ 1,20,000 വരുന്ന സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിൽ യഥാർത്ഥത്തിൽ 10% SC/ST വിഭാഗത്തിനു വേണ്ടി സംവരണം ചെയ്യേണ്ടതാണ്. എന്നാൽ കേരളത്തിലെ 1,22,000 വരുന്ന 7 സ്ഥാപനങ്ങളിൽ കോളേജുകളിലും അതുപോലെ സ്കൂളുകളിലുമുള്ള അധ്യാപകരുടെ എണ്ണം എടുത്തു നോക്കിയാൽ അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരുടെ എണ്ണം വെറും 442 വെറും 442. 1,22,000 വരുന്ന അധ്യാപകരിൽ ഏറെക്കുറെ 12,000 പോസ്റ്റ് SC/ST വിഭാഗത്തിന് ലഭിക്കേണ്ടതാണ്. എന്നാൽ അവർക്ക് ഇന്നുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് വെറും 442. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു, അടിയന്തരമായും കേരളത്തിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്ന സർക്കാർ ഗ്രാന്റ് കൊടുക്കുന്ന 7 സ്ഥാപനങ്ങളിൽ ആ 7 സ്ഥാപനങ്ങളിലെ 10% സീറ്റുകൾ 10% തസ്തികകൾ SC/ST വിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സർക്കാർ തയ്യാറാകണം. പൊതുമേഖലയിലെയും സഹകരണ മേഖലയിലെയും സംവരണം അട്ടിമറിക്കപ്പെടുകയാണ്.
സർക്കാർ കോർപ്പറേറ്റ് പ്രീണനത്തിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ദുരിതത്തിലാവുന്നത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരാണ്. ഇവരുടെ വിഷമതകൾ മാറ്റാനാണ് സ്വകാര്യ മേഖലയിൽ സംവരണം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന വ്യാപകമായി താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂരിലും മാർച്ച് സംഘടിപ്പിച്ചത്. എം.വി. രാജീവൻ അധ്യക്ഷത വഹിച്ചു. കെ.വി. ബിജു, പി. പ്രശാന്ത്, സി. സജീവൻ, സി. ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. +2 സീറ്റുകളും ബാച്ചുകളും അധികമായി അനുവദിച്ച സർക്കാർ നടപടി സ്വകാര്യ മാനേജ്മെന്റിനെ സഹായിക്കാനാണെന്നും കോടികളുടെ തട്ടിപ്പാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി. സന്തോഷ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി. സന്തോഷ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു അൺഎയ്ഡഡ് മേഖലയിലെ തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കണമെന്ന്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു സ്വകാര്യ മേഖലക്കകത്ത് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കകത്ത് ഇതാ സംവരണം SC/ST വിഭാഗത്തിന് ഉറപ്പുവരുത്തണമെന്ന്. ഇങ്ങനെ ആവശ്യം മുൻനിർത്തിയിട്ട് ഒരുപക്ഷെ കേരളീയ സമൂഹത്തിനകത്ത് നടക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, കേരളീയ സമൂഹം കാതോർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ വിഷയം മുൻനിർത്തി ഡിവൈഎഫ്ഐ ഏറ്റെടുക്കാൻ പോകുന്ന സമരങ്ങളുടെ ഭാഗമായിട്ട് അതിന് തുടക്കമെന്ന നിലയിലാണ് ഇത്തരം കളക്ടറേറ്റ് മാർച്ചുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എയ്ഡഡ് സ്കൂൾ കോളേജ് നിയമങ്ങൾ PSCക്ക് വിടുക, SC/ST സംവരണം ഏർപ്പെടുത്തുക, അൺഎയ്ഡഡ് സ്കൂൾ കോളേജ് ജീവനക്കാർക്ക് സർക്കാർ അംഗീകരിച്ച വേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഗേറ്റിന് മുന്നിൽ CI PK സന്തോഷിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. A. രാജേഷ് അധ്യക്ഷത വഹിച്ചു. KV സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പുതിയ +2 അധിക ബാച്ചുകൾ അനുവദിച്ചത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി. ജില്ലയിൽ 22 സ്കൂളുകളിൽ അനുവദിച്ച അധിക ബാച്ചിൽ 19 എയ്ഡഡ് മേഖലയിൽ. തളിപ്പറമ്പിൽ 2 കിലോമീറ്റർ പരിധിയിൽ അനുവദിച്ചത് 2 എയ്ഡഡ് സ്കൂളിനും ഒരു സർക്കാർ സ്കൂളിനും. തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് അധിക ബാച്ച് അനുവദിക്കാത്തതിനെതിരെ പ്രതിഷേധം. പുതിയ +2 ബാച്ചുകൾ അനുവദിച്ചത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി. ജില്ലയിൽ 22 സ്കൂളുകൾക്കാണ് +2 അധിക ബാച്ച് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 19 എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകൾക്കാണ്. സർക്കാർ മേഖലയിലുള്ള സ്കൂളുകളെ പൂർണ്ണമായും തഴഞ്ഞാണ് അധിക ബാച്ച് അനുവദിച്ചിട്ടുള്ളത് എന്ന് വ്യക്തം. സർക്കാർ മേഖലയിൽ GHSS ചാവശ്ശേരി, തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ, HSS ഉളിയിൽ എന്നിവയ്ക്ക് മാത്രമാണ് അധിക ബാച്ച് അനുവദിച്ചത്. തളിപ്പറമ്പിൽ 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ 3 സ്കൂളുകൾക്കാണ് അധിക ബാച്ച് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 2 എണ്ണം എയ്ഡഡ് മേഖലയിലാണ്. സിഡി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളും സർസേദ് ഹയർ സെക്കൻഡറി സ്കൂളും. ഇതിൽ ടാഗോർ വിദ്യാനികേതൻ മാത്രമാണ് സർക്കാർ മേഖലയിലുള്ളത്. അതേസമയം ഏറെ നാളായി അധിക ബാച്ച് ആവശ്യപ്പെടുന്ന തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിനെ തഴഞ്ഞത് ഏറെ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. 120 വർഷം പഴക്കമുള്ളതും തളിപ്പറമ്പ് ടൌണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും ദേശീയ നേതാക്കളടക്കം പഠിച്ചിറങ്ങിയതും അടിസ്ഥാന സൌകര്യങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്നതുമായ സ്കൂളിനെ തഴഞ്ഞതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. വർഗീയ താൽപര്യങ്ങൾ മുൻനിർത്തി ഒരിക്കലും +2 ബാച്ചുകൾ അനുവദിക്കരുതെന്ന് തളിപ്പറമ്പ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഐ. കുഞ്ഞിരാമൻ പറഞ്ഞു. ഒരു കാലത്ത് ഈ ഭാഗത്ത് ഈ നാട്ടിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത കാലത്ത് ഉയർന്നു വന്ന ഒരേയൊരു വിദ്യാലയമാണ് മൂത്തേടത്ത് ഹൈസ്കൂൾ. വളരെ പാരമ്പര്യമുള്ള വിദ്യാലയമാണ്. ഈ നാട്ടിനും വളരെ പാരമ്പര്യമുണ്ട്. അപ്പോൾ 120 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൽ ഇവിടുന്ന് അനേകം മഹാരഥന്മാർ പഠിച്ചിറങ്ങിപ്പോയിട്ടുണ്ട്. ദേശീയ നേതാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ, IPSകാർ, IASകാർ, ഹൈക്കോടതി ജഡ്ജിമാർ, ഇങ്ങനെ അനവധി പേർക്ക് ജന്മം നൽകിയ ഒരു വിദ്യാലയമാണിത്. പിന്നെ അതിനു പുറമെ ഇന്നിപ്പോൾ പ്രധാനമായിട്ട് ഇരിക്കുന്നത് ഈ നാട്ടിലെ ഈ ചുറ്റുപാട് തളിപ്പറമ്പ് താലൂക്കുകളിലെ ഏറ്റവും മികച്ച വിദ്യാലയമാണ് മൂത്തേടത്ത് ഹൈസ്കൂൾ. അപ്പോൾ തളിപ്പറമ്പ് ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ്. ഇതെല്ലാം വെച്ച് നോക്കിയാൽ മാത്രമല്ല, മാഷ് പറഞ്ഞ ഒരു കാര്യം, 325 കുട്ടികൾ SLC പാസ്സായിട്ടുണ്ട്. ഇവിടുന്ന് 100 സീറ്റാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇത് തികച്ചും പക്ഷപാതപരമായ, അത് ഇവിടെയുള്ള 1 കിലോമീറ്ററിന്റെ അടുത്ത് കിടക്കുന്ന 2 മുസ്ലിം വിദ്യാലയങ്ങൾക്ക് ബാച്ച് കൊടുത്തു. 2 മുസ്ലിം വിദ്യാലയങ്ങൾ 1 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് കിടക്കുന്നതാണ്. ഒരു വിദ്യാലയം ഇന്നലത്തെ മഴക്ക് പൊങ്ങി വന്നത് തവര പോലത്തെ സാധനമാണ്, സർസൈഡ് സ്കൂൾ. അപ്പോൾ അവർക്ക് പോലും കൊടുത്തു. അപ്പോൾ ഈ 120 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയത്തെ അവഗണിച്ചു. ഇത് പക്ഷപാതപരമാണ്. ഇതിന് വലിയ വർഗീയത ആരോപിച്ചാൽ ഒരാക്ഷേപവുമില്ല. SLC +2വിന് മികച്ച വിജയം നേടിയതും 3000-ഓളം കുട്ടികൾ പഠിക്കുന്നതുമായ സ്കൂളാണ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ. ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി 3 നില +2വിനായി ബിൽഡിംഗും ലബോറട്ടറി സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു.
പുതുതായി മനോഹരമായ ഹയർ സെക്കൻഡറി ബ്ലോക്ക് ഉണ്ടാക്കി അഡീഷണൽ ബാച്ചിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാലയമാണിത്. ഇവിടെ കുട്ടികൾ അഡ്മിഷന് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. ഇവിടെ ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ഈ വിദ്യാലയത്തിൽ വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള ബാച്ചുകൾ അനുവദിച്ച് കിട്ടണം. ഇവിടെ ഇപ്പോൾ ആകെയുള്ളത് സയൻസും കോമേഴ്സും ബാച്ച് മാത്രമാണ്. കുട്ടികൾക്ക് സാമാന്യ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടുന്ന ഹയർ സെക്കൻഡറി അഡീഷണൽ ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കണം. ഞാൻ 2 വർഷമായി ഇതിനുവേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൂത്തേടത്ത് സ്കൂളിനെ അവഗണിക്കുകയാണ് ചെയ്തത്. പറയുമ്പോൾ തന്നെ സവർണ മേധാവിത്വത്തിന് മാത്രം പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ സാധാരണക്കാർക്കും ഏറ്റവും അധസ്ഥിതരായ വർഗങ്ങൾക്ക് പഠിക്കാനൊരു സ്കൂൾ ഉണ്ടാക്കിയതും ഇതേ സവർണ മേധാവിത്വത്തിൽ വരുന്ന സാക്ഷാൽ കുബേരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം സ്കൂൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ മേധാവിത്വം അദ്ദേഹത്തിനെതിരെ വാളോങ്ങിയിരുന്നു. ഇങ്ങനൊരു സ്കൂൾ എന്തിനു വേണ്ടിയാണ്, നിങ്ങൾക്ക് എന്തിന്റെ സുഖമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങാന്ന് പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആ എതിർക്കുന്ന സവർണ മേധാവിത്വത്തിനെതിരെ പോരാടിയിട്ട് ഉണ്ടാക്കിയൊരു സ്കൂൾ. സാധാരണക്കാരായ കുട്ടികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നതും തളിപ്പറമ്പിന്റെ പ്രധാന സ്കൂളായ മൂത്തേടത്ത് സ്കൂളിനെ എന്ത് കാരണത്താലാണ് ഒഴിവാക്കിയതെന്ന് അധികൃതർ ഉത്തരം പറയണം. വിദ്യാഭ്യാസ വകുപ്പിന് താൽപര്യമുള്ളവർക്ക് മാത്രം സ്കൂളുകളും അധിക ബാച്ചും അനുവദിക്കുക എന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജില്ലയിൽ എയ്ഡഡ് മേഖലയിൽ ഇത്രയും ബാച്ചുകൾ അനുവദിച്ചത് കോടികളുടെ തട്ടിപ്പിന് കളമൊരുക്കാനല്ലേ? ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. നാടുകാണി കിൻഫ്ര ടെക്സ്റ്റൈൽസ് പാർക്കിലെ ശബരി ഡേയിങ് സെന്ററിലെ മലിനജലം നിയമങ്ങളെയും പ്രതിഷേധങ്ങളെയും കാറ്റിൽ പറത്തി പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. 200ഓളം പേരെ പ്രത്യക്ഷത്തിലും ആയിരക്കണക്കിന് ആളുകളെ പരോക്ഷമായും ബാധിക്കുന്ന മലിനജല പ്രശ്നത്തിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. നാടുകാണി കിൻഫ്ര പാർക്കിലെ ശബരി ഡൈയിങ് കമ്പനിയിലെ മലിനജലം ഒഴുക്കിവിട്ട് തത്രാണി ഭാഗത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായ സംഭവം 2 മാസങ്ങൾക്ക് മുന്നേ സീൽ വാർത്തയായിരുന്നു പുറത്തു കൊണ്ടുവന്നത്. ഇതേ തുടർന്ന് അധികൃതരും നാട്ടുകാരുമായി പ്രശ്നം ചർച്ച ചെയ്യുകയും മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് നിർത്തുകയും ചെയ്തിരുന്നു. മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. എന്നാൽ മഴ എത്തിയതോടെ സ്ഥിതി മാറി. പാറപ്പുറത്തു നിന്നും വരുന്ന സമൃദ്ധമായ ഈ ജലത്തിൽ മലിനജലം കലരുന്നു എന്നത് വ്യാഴാഴ്ചയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നീല നിറത്തിലുള്ള വെള്ളം ഇവിടുത്തെ വെള്ളവുമായി കലരുന്നു. ഈ വെള്ളമാണ് തത്രാണി ഭാഗത്തെ 200ഓളം പേർ കുടിക്കാനും കുളിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത്. കൂടാതെ പന്നിയൂർ, പള്ളിവയൽ, മഴൂർ, പൂമംഗലം ഭാഗത്തുള്ളവരും ഈ വെള്ളം ഉപയോഗിക്കുന്നു. ഈ വെള്ളമാണ് കരിമ്പത്ത് വച്ച് ശേഖരിച്ച് വാട്ടർ അതോറിറ്റി തളിപ്പറമ്പ് മേഖലയിൽ വിതരണം ചെയ്യുന്നതും. ഈ വെള്ളത്തിൽ 32% വിഷാംശമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാത്ത കമ്പനി അധികൃതരുടെ നിലപാടിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. പ്രധാനമായിട്ടും നമ്മൾ കാരാക്കോടിയിൽ നിന്ന് തത്രാണം ഭാഗത്തുനിന്നും പിന്നെ കരിമ്പം പുഴയിലേക്ക് ഒഴുകുന്ന തോടാണ് ജലസ്രോതസ്സുള്ള ഭൂമിയാണ് ഈ നാടുകാണിപ്പാറ. ഇവിടുന്ന് പിന്നെ കിൻഫ്ര സെന്ററിന്റെ ശബരി ചായമുക്കൽ സെന്റർ തുടങ്ങിയ ശേഷം ഇവിടുന്ന് മലിനജലം ഒഴുക്കി വിടുന്നുണ്ട്. അത് ജനങ്ങൾ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്നതാണ്. നമ്മൾ മുമ്പ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം കിൻഫ്ര മാനേജറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ അതിന് ഉറപ്പ് തന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് പിന്നെ കൂടുതൽ സമരങ്ങളിലേക്കോ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പം വീണ്ടും വരും. ഇന്ന് മലിനജലം കൂടുതലായിട്ട് ഒഴുക്കി വിട്ടിട്ടുണ്ട്. ഇത് ഇവിടെ സംഭവം ഉണ്ടായിട്ട് അതുപോലെ തന്നെ സീൽ ടിവിയിൽ ഇത് പിന്നെ പ്രശ്നം ചെയ്തൊരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയം അന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇവരൊരു പിന്നെ ജനങ്ങളുടെ ഒരു കാര്യത പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് വീണ്ടും ഇന്ന് രാവിലെ 10-11 മണിയാകുമ്പോൾ വീണ്ടും പിന്നെ ഈ കളർ വരികയും അതുകൊണ്ടാണ് ഞങ്ങളിപ്പം പിന്നെ വന്ന് നോക്കി നിങ്ങളെ വിളിച്ചത്. അപ്പോൾ ശരി, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് മുമ്പ് 2 ദിവസം മുമ്പേ നമ്മൾ 3 ചെറുപ്പക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേസ് കാര്യമായിട്ട് നിന്നതാണ്. അപ്പം നമ്മളത് പിന്നെ ഇവർ ചർച്ചയിൽ പ്രകാരം അത് വീണ്ടും നമ്മളത് അളവ് വരുത്തി കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ രീതിയിലേക്ക് വന്നിട്ടുള്ളത്. ഈ വിധത്തിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. ഇനി അത് ഏത് വിധത്താണെന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ മുമ്പേ നമ്മൾ 3 ചെറുപ്പക്കാരെ അവരെ എറിഞ്ഞാൽ പറഞ്ഞു. പക്ഷെ അവർക്ക് അതിനകത്തൊരു പങ്കുമില്ലാതെ എന്നാണ്. പക്ഷെ ഇവിടെ അവർ പറഞ്ഞാൽ ഇവർ 3 പേരാന്ന് പറഞ്ഞു. അവർ 15 ദിവസം റിമാൻഡ് ചെയ്തു. അവർ പൈസ അന്ന് കിൻഫ്ര അവരെല്ലാം കിൻഫ്ര അന്ന് നിയമപരമായിട്ടാണ് പോയതെന്ന്. അത് അവരെല്ലാം നിയമപരമായിട്ട് പോകുന്നവരാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ ഇത് ചെയ്യുന്നതും ഇവർ നിയമമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അധികൃതരുമായി പ്രശ്നം ചർച്ച ചെയ്തു. അടുത്ത ദിവസം തന്നെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെയും പ്രകൃതിയുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവന് ഭീഷണി ഉയർത്തുന്ന കമ്പനിയുടെ പ്രവർത്തനത്തിനെതിരെ ഒറ്റക്കെട്ടായി ജനകീയ സമിതി രൂപീകരിച്ചിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ചെറുകുന്ന് പള്ളിക്കര ലക്ഷം വീട് കോളനിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സാംസ്കാരിക നിലയം തകർന്നു വീണു. 5 പേർക്ക് പരിക്കേറ്റു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് ആക്ഷേപമുയർന്നു.
ചെറുകുന്നു പഞ്ചായത്തിൽ പള്ളിക്കര ലക്ഷം വീട് കോളനിക്ക് സമീപം MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയമാണ് തകർന്നു വീണത്. കോൺക്രീറ്റ് പ്രവൃത്തി നടക്കുന്നതിനിടയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് കോൺക്രീറ്റ് ബീമും സ്ലാബും ഉൾപ്പെടെ തകർന്നു വീണത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കോൺക്രീറ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്ന തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണ് കെട്ടിടം തകർന്നു വീണതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അങ്ങനെ ഫ്രണ്ട് കുപ്പില്ല, ഇതെല്ലാം കൊണ്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. എത്ര പേരുണ്ടായിരുന്നു? ഒരു 10-20 ആൾ കാണും. എത്ര പേർക്ക് പരിക്ക്? ഒരു 7 ആൾക്കോളം പരിക്ക്. കോൺക്രീറ്റ് ബീമുകൾ ഉൾപ്പെടെ തകർന്ന് കല്ലിൽ തടഞ്ഞു നിർത്തിയതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. MP ഫണ്ട് ഉപയോഗിച്ച് 4,95,000 രൂപ ചിലവിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. കോൺക്രീറ്റ് തൊഴിലാളികളായി ആകെ 13ഓളം പേരാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. മോറാഴയിലെ പ്രദീപൻ, ഇടയ്ക്കപ്പുറം സ്വദേശികളായ ശാന്ത, കമല, താവം ദാലിൽ സ്വദേശി അമ്മിണി അലക്സാണ്ടർ, ചെറുകുന്ന് കട്ടകുളം സ്വദേശി ബേബി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. പുഞ്ചവയൽ സ്വദേശിയായ കരാറുകാരനാണ് നിർമ്മാണ ചുമതല. ചെറുകുന്ന് പഞ്ചായത്തിലെ പള്ളിക്കര സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കോൺഗ്രസ് സംസ്ഥാനതലത്തിൽ നടക്കുന്ന പുനഃസംഘടനയുടെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം ഭാരവാഹികളുടെ യോഗമാണ് DCCയുടെ നേതൃത്വത്തിൽ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നത്. മുൻ MP കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 10-നകം ബൂത്ത് അടിസ്ഥാനത്തിലും 20-നകം മണ്ഡലം ബ്ലോക്ക് അടിസ്ഥാനത്തിലും 30-നകം DCCയും പുനഃസംഘടിപ്പിക്കും. DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ സതീശൻ പാച്ചേനി, P രാമകൃഷ്ണൻ, സുമ ബാലകൃഷ്ണൻ, VA നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. NGO കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കേരള NGO യൂണിയൻ സംസ്ഥാന ട്രഷറർ S രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവിറക്കി. നമ്മുടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത്, സിവിൽ സർവീസിലെ നമ്മുടെ ചില ആളുകൾ പറഞ്ഞെന്താ, പ്രക്ഷോഭം നടത്താതെ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ച UDF ഗവൺമെന്റ്. അതുകൊണ്ട് ജീവനക്കാർക്ക് വേണ്ടി ഇതാ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് 6 മാസത്തിന് മുമ്പ് തന്നെ ജൂലൈ മുതൽ വേതനം പരിഷ്കരിക്കണം എന്നതുകൊണ്ട് 6 മാസത്തിന് മുമ്പ് ഗവൺമെന്റ് ഉത്തരവിറക്കി 3 അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മീഷൻ. ഞങ്ങളൊന്നും പറഞ്ഞു ഇത് UDF ആണ് ഭരിക്കുന്നത്, ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞകാല അനുഭവം കേരളത്തിലെ ജീവനക്കാരുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജീവനക്കാരൻ സംശയത്തോടുകൂടി ആ തീരുമാനത്തെ കണ്ടത്. എത്ര അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഇപ്പൊ ബോധ്യം വന്നു. ശമ്പള കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ അനുഭവവേദ്യമാക്കുക, ഇടക്കാലാശ്വാസം അനുവദിക്കുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, പണിമുടക്കിന്റെ പേരിലുള്ള പ്രതികാര നടപടികളും കള്ളക്കേസുകളും പിൻവലിക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സ്റ്റേഡിയം കോർണറിൽ നിന്നും തുടങ്ങിയ ധർണയിൽ ആയിരങ്ങൾ അണിനിരന്നു. ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM ബാലചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി MV രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MV ശശിധരൻ, VM സജീവൻ, ഗിരിജ കല്യാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വളപട്ടണം റെയിൽവേ ഗുഡ്സ് ഷെഡിൽ സിമന്റ് വ്യാപാരികളും തൊഴിലാളികളും സമരത്തിന്റെ പാതയിലാണ്. 160ഓളം ലോറി തൊഴിലാളികളും അവരെ ആശ്രയിക്കുന്ന കുടുംബങ്ങളുമാണ് സമരം കാരണം പട്ടിണിയിലേക്ക് നീങ്ങുന്നത്. വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ഗുഡ്സ് വാഗണിലെ സിമന്റ് ഇറക്കുന്ന തൊഴിലാളികളും വ്യാപാരികളും തമ്മിലുള്ള തർക്കം ഒരാഴ്ചയായി തുടരുകയാണ്. റമദാൻ മാസത്തിലെ സമരം ലോറി തൊഴിലാളികളെയാണ് ബാധിച്ചിരിക്കുന്നത്. 10 ദിവസമായിട്ട് വളപട്ടണം ഗുഡ്സ് ഷെഡിലെ സിമന്റ് നീക്കം നടക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ ഡീലർമാരും അവിടെ ഇവിടെ കയറ്റ് ഇറക്കുമതി തൊഴിലാളികളും തമ്മിലുള്ളതാണ് തർക്കം. ആ തർക്കം യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത്രയും ദിവസമായിട്ട് ഒരു 10-42 വാഗൺ അവിടെ വന്ന് കിടക്കുന്നത് ചരക്ക് നീക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയേണ്ടത് അതിൻ്റെ ബന്ധപ്പെട്ട യൂണിയനുകളും പൊതുപ്രസ്ഥാനങ്ങളുമാണ്. ഇവിടെ ഞങ്ങളെ ലോറി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 10-200-ലേറെ ലോറിയും
ആ ലോറിയുടെ തൊഴിലാളികളും അതിന്റെ ഉടമസ്ഥന്മാരും ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഒരു വരുമാനമില്ലാതെ പ്രതിസന്ധിയിലാവുന്നു. പ്രശ്നത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് അധികൃതർ ഇടപെടണമെന്നാണ് സംഘടനാ നേതാക്കൾ പറയുന്നത്. വാശി ഒന്നിനും പരിഹാരമല്ല. 1-2 പേർ കാണിക്കുന്നതിന്റെ ദുരിതം അനുഭവിക്കുന്നത് നിരവധി കുടുംബങ്ങളാണ്. 4 വണ്ടി 5-6 വണ്ടി പുറത്തു കൊടുക്കുന്നു. 10 ഔട്ട് മെമ്പർമാർക്ക് കൊടുക്കുന്നു. പിന്നെ ഇവർക്ക് വർക്കിംഗ് കാർഡ് ഫുൾ 42 വർക്കിംഗ് കാർഡ് എഴുതി കൊടുക്കണമെന്ന് ഇവർ പറയുന്നത്. അതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ അസോസിയേഷൻ ഉന്നയിച്ചിട്ട് സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒരു തൊഴിലാളി യാതൊരു പ്രശ്നവുമില്ല. ഇന്ന് വേഗം വന്ന് ഇന്നെ എടുക്കാൻ തയ്യാറാണ് ഒരു തൊഴിലാളികൾ. എല്ലാവരും 10 ദിവസമായിട്ട് പട്ടിണിയാണ് ഇവിടെ ഒരു തൊഴിലാളികൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടിട്ട് ഇത്രയും പെട്ടെന്ന് കളക്ടർമാരെല്ലാം അറിഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് ഈ പരിഹാരം കണ്ടെത്തണം. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് 1 മണിക്കൂർ നേരം കൊണ്ട് പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഇങ്ങനെ നീട്ടിവലിച്ച് കൊണ്ടുപോകുമ്പോൾ ലാഭം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടം സഹിക്കുന്നവരാണ് എന്നോർക്കണം. പ്രത്യേകിച്ച് തൊഴിലാളികളെ ആശ്രയിക്കുന്നവരും കുടുംബങ്ങളും. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പ് മുടക്ക് അനിവാര്യമാണോ എന്ന കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുമ്പോൾ പഠനവും സമരവും തുറന്ന ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. പഠിക്കാനാണോ സമരം, പഠിച്ചുകൊണ്ടാണോ സമരം, അതോ അവസാനത്തെ ആയുധമാണോ? ഒരു റിപ്പോർട്ട്. അറിവ് നേടാനുള്ള കാലഘട്ടമാണ് വിദ്യാഭ്യാസ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നത്. പഠിപ്പ് മുടക്ക് സമരങ്ങൾ ഒരു കാലത്ത് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ പിന്നീടെപ്പോഴോ സമരം അക്രമങ്ങൾക്കും പ്രതികാരത്തിനും വഴിമാറി. സാമൂഹിക പ്രശ്നങ്ങളെടുത്ത് സമരക്കാർ ഉയർത്തിയ പലതും സാമൂഹികമായിരുന്നുവോ? ക്രൂരമായ മർദ്ദനമേറ്റ് നിത്യരോഗിയായവർ, വിദ്യാഭ്യാസത്തിലൂടെ ജോലി നേടി ഉറ്റവർക്ക് ആശ്രയമാവേണ്ടതിനു പകരം സമൂഹത്തിന്റെ പുറമ്പോക്കിൽ തള്ളപ്പെട്ടവർ, അങ്ങനെ നീളുന്ന കഥകൾ വേറെയുമുണ്ട്. മുൻനിരയിലെ നേതാക്കൾ സമരം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് നാടിന്റെ നഗ്നസത്യം. പഠിക്കുക, പോരാടുക എന്ന മുദ്രാവാക്യത്തിനു പിറകെ മട്ടന്നൂരിലെ SFI ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജൻ MLA ആണ് സമരങ്ങൾ കാലോചിതമായി മാറണമെന്ന് പ്രഖ്യാപിച്ചത്. തൊട്ടുപിറകെ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് V ശിവദാസൻ പറഞ്ഞത് പഠിപ്പു സമരം അവസാനത്തെ ആയുധമാണെന്നാണ്. ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥിനികളുടെ വിലയിരുത്തലുകൾ ഇങ്ങനെ. മുടക്ക് സമരം ഭാഗികമായി ഒഴിവാക്കി എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ സമരത്തിലൂടെ വാങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങൾ നമുക്കാരും വെറുതെ തന്നെയല്ല, മറിച്ച് കുട്ടികൾ അവർക്ക് വേണ്ട അവകാശങ്ങൾ സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ്. അപ്പോൾ സമരങ്ങൾ മുഴുവനായി ഒഴിവാക്കുന്നു എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. നമ്മൾ നടത്തുന്ന സമരങ്ങളൊന്നും ഒരിക്കലും വെറുതെ ആയിട്ടില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് മുന്നണി നടത്തുന്ന സമരങ്ങളാണെങ്കിലും ഒന്നും അനാവശ്യ കാര്യങ്ങൾക്കല്ല ഇതുവരെ ആരും സമരം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ന്യായമായ രീതിയിലുള്ള പഠിപ്പുമുടക്ക് സമരങ്ങളെല്ലാം നമുക്ക് ആവശ്യം തന്നെയാണ്. കുറച്ചൊക്കെ അത്യാവശ്യമാണ്. പക്ഷെ എപ്പോഴും പഠിപ്പുമുടക്ക് ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സിലബസിനെയും നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനൊക്കെ നന്നായിട്ട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ പഠിപ്പുമുടക്ക് ഒരുവിധമൊക്കെ അത്യാവശ്യമാണെന്ന് ഞാൻ പറയും. പഠിപ്പുമുടക്ക് സമരം വേണം തന്നെ പറയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ആവശ്യം നമുക്ക് നേടണമെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടപ്പെടാണ്ട് ഒരിക്കലും സാധിക്കില്ല. നമ്മളിപ്പോൾ പഠിപ്പുമുടക്കാണ്ട് ഒരു സമരം ചെയ്താൽ അതിനാരും മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. പഠിപ്പുമുടക്ക് സമരം വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പഠിപ്പുമുടക്ക് സമരം വേണം എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കോളേജിന് വേണ്ടിയിട്ടായാലും സ്കൂളിന് വേണ്ടിയിട്ടായാലും അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യണം എന്ന് പറയുന്നത് എന്നാലേ നമുക്കത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അക്രമാസക്തമായിട്ടൊന്നും നമ്മളിവിടെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. ഇപ്പൊ ഗാന്ധിജി പറയുന്ന പോലെ ഗാന്ധിജി ആദ്യം അഹിംസയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു അക്രമത്തിന്റെ ഒരു പരിപാടിയിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ മാത്രം ഒരു സമാധാനപരമായ സമരമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഒരുപാട് അവകാശങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട്. ആ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പ് മുടക്കിയിട്ട് തന്നെ സമരം ചെയ്യണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ടീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ് ആയാലും നമ്മൾ എന്താ പറയുക സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള ആര് തന്നെ ആയാലും അതിനെ വിമർശിക്കുകയും അതിനു വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവരും കൂടി പ്രയത്നിക്കുകയും ചെയ്യും. സമരങ്ങൾ ആവശ്യമാണ്. അനിവാര്യമായ ഘട്ടത്തിൽ സമരം ആയുധമാക്കണമെന്നതിനും എതിർക്കുന്നില്ല. പക്ഷേ സമരം എന്നും ആയുധം എന്ന് പറയുന്നവർ സമരം കൊണ്ട് നേട്ടമുണ്ടാക്കുന്നവരാണ്. അവരെ തിരിച്ചറിയുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൽ യഥാർത്ഥ വിജയം ഉണ്ടാവേണ്ടത്. സമരാഘോഷത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അനന്തരഫലം എന്താണെന്ന് കൂടി ആത്മപരിശോധന നടത്താനും സമൂഹം തയ്യാറാവണം. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദ്വിദിന ഊർജ്ജ പരിസ്ഥിതി ദേശീയ സാങ്കേതിക ശാസ്ത്ര സമ്മേളനം ആഗസ്റ്റ് 1-2 തീയതികളിൽ നടക്കും. കൊച്ചി മെട്രോ പ്രോജക്ട് മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും.
നാഷണൽ കോൺഫറൻസ് ഓൺ സിസ്റ്റംസ്, എനർജി ആൻഡ് എൻവയോൺമെന്റ് എന്ന പേരിലാണ് സാങ്കേതിക ശാസ്ത്ര സമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനായി നടപ്പാക്കുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം പദ്ധതിയുടെയും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി സമിതിയുടെയും സഹായത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. എഞ്ചിനീയറിംഗ് മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഊർജ്ജ പരിസ്ഥിതി മേഖലകളിലെ വൈജ്ഞാനിക ഗവേഷണ വ്യാവസായിക വിദഗ്ധർക്ക് തങ്ങളുടെ നവീനങ്ങളായ കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളും അവതരിപ്പിക്കുവാനും പങ്കുവെക്കാനുമുള്ള വേദിയാണ് ഈ സമ്മേളനം. വിവിധ വകുപ്പുകളിലായി സാങ്കേതിക ശാസ്ത്ര സമ്മേളനങ്ങൾ നടക്കും. സമാന്തരമായി നടക്കുന്ന പ്രസ്തുത സമ്മേളനങ്ങളിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മറ്റു പ്രമുഖ സാങ്കേതിക വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പ്രഭാഷണങ്ങൾ നടത്തും. തുടർന്ന് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് മേഖലകളിലെ വിദഗ്ധരും ഗവേഷകരും തങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വി ശ്യാം പ്രകാശ്, ഡോക്ടർ വി ഐ ബീന, ഡോക്ടർ ബി അജിത് കുമാർ, ഡോക്ടർ എ രഞ്ജിത്ത് റാം, പ്രൊഫസർ എസ് ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നിൽ കടലമ്മ കലിതുള്ളുമ്പോൾ പുഴകൾ കനിവിന്റെ ഉറവയാവുകയാണ്. പുഴകളിൽ ഇപ്പോൾ കക്കവാരലിന്റെ കാലമാണ്. ആയിരങ്ങൾക്കാണിത് ആശ്വാസമാകുന്നത്. ഇരിണാവ് മടക്കര പുഴയോരമാണിത്. സുന്ദരവും സമൃദ്ധവുമാണിവിടെ കാഴ്ചകൾ. അതിരാവിലെ തൊഴിലാളികൾ തോണികളിൽ കക്ക വാരാൻ ഇറങ്ങുകയായി. തോണി നിറയെ വലിയ കക്കകളുമായി തിരിച്ചുവരുന്നു. നല്ല അധ്വാനം വേണം കക്ക വാരാൻ. മനസാന്നിധ്യവും ഏറെ വേണം. നമ്മളിപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് പണിക്ക് പോകും. പണിക്ക് പോയി കഴിഞ്ഞാൽ നല്ല ബാറായിരിക്കും. ഇത് ഒരാൾ കുത്തിപ്പിടിക്കും, ഇപ്പുറന്ന് 2 ആൾ ഭരിക്കും. അങ്ങനെ ഇത് നമുക്ക് കക്ക വാരുന്നത്. അങ്ങനെ വാരി കരക്കൊണ്ടുവരും, തിരിഞ്ഞ് ചാക്കിലാക്കി പോയി അവർ വണ്ടി വന്ന് കയറ്റിക്കൊണ്ടുപോകും. ഇത് സീസൺ ടൈമുണ്ട്. ഈ നല്ല വെള്ളം വന്നാൽ ഇത് ബായി ഓർന്നു പോകും. ഈ ഓര് വേണം, കടലിലെ ഓരും വെള്ളം അതുണ്ടെങ്കിലേ ഇതിന് ജീവൻ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ബായി ഓർന്നു പോകും. ഇത് കോരല് നമ്മൾ അത് കുത്തുണ്ട്, വഞ്ചിയിൽ കുത്തുകൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിക്കും. അപ്പൊ 2 ആൾ അപ്പുറത്തൊരു പാത്തിൽ നിന്നിട്ട് ദൂരെ ആങ്കർ ഇട്ട് വലിച്ച് ബാറാക്കിയിട്ട് ഇങ്ങനെ ഭരിക്കുമ്പോൾ ഈ കക്ക കയറി വരും. അപ്പൊ ഉച്ചുളിയാണെങ്കിൽ അവിടുന്ന് വീണ്ടും മാറ്റി പിടിക്കും. ആങ്കർ വലിച്ചാൽ വെള്ളം വരും. നയിപ്പുണ്ട്, ലോക നയിപ്പാ നല്ല. പിന്നെ ഇവ കരയിലേക്ക് മാറ്റുകയായി. സ്ത്രീകളടക്കം ചേർന്ന് കക്കകൾ വേർതിരിക്കുന്നു ആഘോഷപൂർവം. വറുതിയുടെ നാളുകളിൽ എല്ലാവർക്കും ഏറെ സന്തോഷം. ഒരു വലിയ പാട്ട അളവിൽ കക്കകൾ ലഭിക്കാൻ 80 രൂപ വരെ നൽകണം. കക്കകൾ ഗോവയിലേക്കടക്കം കയറ്റി അയക്കുന്നുമുണ്ട്. ഇപ്പാണ് ഇതിന്റെ സീസൺ. ഇതിപ്പോ ഇവിടെ വന്നിട്ട് ആൾക്കാർ കറിക്കും വാങ്ങിക്കൊണ്ട് പോകും. പിന്നെ ഗോവയിലേക്ക് കയറ്റും. ഇത് ഗോവയിലേക്ക് ദിവസവും പുഴകളിൽ പോയി കക്കവാരി ജീവിക്കുന്നവർ ഏറെയാണ്. നിറഞ്ഞൊഴുകുന്ന പുഴ സാക്ഷി. മത്സ്യത്തൊഴിലാളികളിൽ ചിലരുടെയെങ്കിലും ജീവിതം ഇവിടെ ആഹ്ലാദഭരിതമാവുകയാണ്. കടലമ്മ കലിതുള്ളുന്ന ഈ ട്രോളിംഗ് കാലത്തും. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. മണൽവാരൽ നിരോധനത്തിന് പുല്ലുവില കൽപ്പിച്ചാണ് നാറാത്ത് പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളിൽ അനധികൃതമായുള്ള മണലൂറ്റ് തുടരുന്നത്. അനധികൃതമായി വാരുന്ന മണൽ കടത്താൻ ഉപയോഗിക്കുന്നത് കാറുകളും വാനുകളും മറ്റുമാണ്. കഴിഞ്ഞ ദിവസം വാനിൽ കടത്തുകയായിരുന്ന മണൽ മയ്യിൽ പോലീസ് പിടികൂടി. മണൽവാരൽ നിരോധനം നിലവിലുണ്ടെങ്കിലും നാറാത്ത് പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളിൽ നിരോധനം ബാധകമല്ലെന്ന നിലപാടിലാണ് ചിലർ. കല്ലൂരിക്കടവിൽ രാത്രികാലങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള മണൽവാരൽ തകൃതിയായി നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പട്രോളിംഗിനിടെ മയ്യിൽ പോലീസ് സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയ വാൻ പരിശോധിച്ചപ്പോഴാണ് ചാക്കുകളിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ മണൽ കണ്ടെത്തിയത്. പോലീസിനെ കണ്ട മാത്രയിൽ വാഹനം ഉപേക്ഷിച്ച് ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. വാഹനം മയ്യിൽ എസ്ഐ EV ഫായിസ് അലിയും സംഘവും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടന്ന പരിശോധനയിലാണ് കല്ലൂരിക്കടവിനു സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച നിലയിലുള്ള 2 ലോഡിലേറെ മണൽ പോലീസ് പിടികൂടിയത്. തുടർന്ന് മണൽ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് കൈമാറി. 2 ആഴ്ചകൾക്ക് മുമ്പും സമാന രീതിയിലുള്ള മണൽ കടത്ത് മയ്യിൽ പോലീസ് പിടികൂടിയിരുന്നു. അനധികൃതമായി വാരിയെടുക്കുന്ന മണൽ പരിസരവാസികളുടെയും പോലീസിന്റെയും കണ്ണിൽപ്പെടാതിരിക്കാൻ കാറിലും വാനിലും മറ്റും ചാക്കുകളിൽ നിറച്ച് കടത്തുകയാണ് പതിവത്രേ.
ന്യൂസ് ബ്യൂറോ മയ്യിൽ. കണ്ണൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി KM ഷാജി MLA ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ ലത്തീഫ് സഅഫി മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് KN ബാബു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ്, ജില്ലാ പോലീസ് മേധാവി PN ഉണ്ണിരാജൻ, EP സുഗതൻ, VP റൌഫ്, സുരേന്ദ്രൻ മട്ടന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുകയാണ് ലക്ഷ്യം. പാഠം 1 ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ കാവലാളുകൾ പൌരന്മാരാണ്. വിലപ്പെട്ടതാണ് സമ്മതിദാനാവകാശം. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാലത്ത് സ്കൂളുകളിലുമെത്തി വോട്ടിംഗ് യന്ത്രങ്ങൾ. മോറാഴ സൌത്ത് ALP സ്കൂളിൽ ഈ വർഷത്തെ പാർലമെന്റ് ഇലക്ഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് നടന്നത്. കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ CH ബാലകൃഷ്ണൻ വോട്ടിംഗ് യന്ത്രം സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാനാർത്ഥി നിർണയം, പ്രചാരണം തുടങ്ങി വിധി നിർണയം വരെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ. ഇത് കുട്ടികളിൽ ഏറെ താൽപര്യവും കൌതുകവും ഉണർത്തി. അധ്യാപിക ഗീത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക PK ഗിരിജ, സ്റ്റാഫ് സെക്രട്ടറി DC രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കലിയടങ്ങാതെ കാലവർഷം. ജില്ലയിൽ പലയിടത്തും തുള്ളിക്കൊരുകുടം പേമാരി. മലയോരത്ത് ഉരുൾപൊട്ടൽ ഭീഷണി തുടരുന്നു. കൃഷിയിടങ്ങൾ പലയിടത്തും ഒലിച്ചുപോയി. പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. ചക്കരക്കൽ ടാക്സി സ്റ്റാൻഡിന് സമീപം കുന്നിടിഞ്ഞ് വൻ നാശനഷ്ടം. എയ്ഡഡ് സ്കൂൾ കോളേജ് നിയമനങ്ങൾ PSCക്ക് വിടുക, നിയമനങ്ങളിൽ SC/ST സംവരണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് താലൂക്ക് ഓഫീസുകളിലേക്ക് DYFI മാർച്ച്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സ്വകാര്യ മേഖലയിലും 10% സംവരണം വേണമെന്ന് TV രാജേഷ് MLA. പുതിയ +2 അധിക ബാച്ചുകൾ അനുവദിച്ചത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി. ജില്ലയിൽ 22 സ്കൂളുകൾക്ക് അനുവദിച്ച അധിക ബാച്ചിൽ 19ഉം എയ്ഡഡ് മേഖലയിൽ. തളിപ്പറമ്പിൽ 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ അധിക ബാച്ച് നൽകിയത് 2 എയ്ഡഡ് സ്കൂളിനും 1 സർക്കാർ സ്കൂളിനും. തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് അധിക ബാച്ച് നൽകാതെ തഴഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. നാടുവാണി കിൻഫ്ര ടെക്സ്റ്റൈൽസ് പാർക്കിലെ ശബരി ഡൈയിങ് സെന്ററിൽ നിന്നുള്ള മലിനജലം വീണ്ടും പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. മഴവെള്ളത്തിൽ കലർന്ന് ഒഴുകുന്നത് നീലവിഷജലം. ബാധിക്കുക ആയിരക്കണക്കിന് കുടുംബങ്ങളെ. പ്രതിഷേധവുമായി വീണ്ടും നാട്ടുകാർ രംഗത്ത്. കടലമ്മ കലിതുള്ളുമ്പോഴും പുഴകളിൽ കനിവിന്റെ ഉറവകൾ. വറുതിയുടെ നാളുകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി കക്കകളുടെ സമൃദ്ധി. പുഴയോരങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കക്കവാരി ജീവിതം പുലർത്തുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.